നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്ന സിനിമയിലെ ആന്റൺ ചിഗൂറും ആ ഗ്യാസ് സ്റ്റേഷൻ രംഗവും മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്താൽ വളരെ ഗൗരവകരമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആന്റൺ ചിഗൂർ സ്വയം ഒരു മനുഷ്യനായല്ല, മറിച്ച് വിധിയുടെ ഫെയ്റ്റ് ഒരു ഉപകരണമായാണ് കാണുന്നത്. ജീവിതം എന്നത് പൂർണ്ണമായും യാദൃച്ഛികമാണെന്നും റാൻഡംനെസ് മനുഷ്യന്റെ നിയന്ത്രണത്തിന് പുറത്താണെന്നും അയാൾ വിശ്വസിക്കുന്നു. താൻ കൊല്ലണോ വേണ്ടയോ എന്നത് തന്റെ തീരുമാനമല്ല, മറിച്ച് ആ നാണയത്തുട്ടിന്റെ വിധിയാണെന്ന് അയാൾ സ്ഥാപിക്കുന്നു. ഇതിനെ മോറൽ ഡിറ്റാച്ച്മെന്റ് എന്ന് വിളിക്കാം. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം തന്നിൽ നിന്നും നാണയത്തിലേക്ക് മാറ്റുന്നതിലൂടെ അയാൾ തന്റെ മനസാക്ഷിയെ പാടെ മാറ്റി നിർത്തുന്നു. ആ സംഭാഷണത്തിൽ ചിഗൂർ ഉപയോഗിക്കുന്ന ഓരോ വാക്കും കടയുടമയെ മാനസികമായി തളർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. താൻ എന്തിനാണ് പന്തയം വെക്കുന്നതെന്ന് കടയുടമയ്ക്ക് അറിയില്ല. ഈ അനിശ്ചിതത്വം ഭയത്തെ പതിന്മങ്ങ് വർദ്ധിപ്പിക്കുന്നു, അനാവശ്യമായ ചോദ്യങ്ങളിലൂടെ. ഉദാഹരണത്തിന്, കടയുടമയുടെ ഉറക്കത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ ഉള്ള ചോദ്യങ്ങൾ. ചിഗൂർ അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുകയും അയാളെ അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിക്കാം എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നിഴലിക്കുന്നത്. കടയുടമ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും അയാൾ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നു. നന്മ ചെയ്യുന്നവർക്ക് നന്മ ലഭിക്കുമെന്ന സാധാരണ സിനിമാ സങ്കല്പങ്ങളെ ഈ ചിത്രം തകർക്കുന്നു. മരണം എത്ര അപ്രതീക്ഷിതവും വിവേചനരഹിതവുമാണെന്ന് ഇൻഡിസ്ക്രിമിനേറ്റ് ഇത് കാണിച്ചു തരുന്നു. സിനിമയിൽ പ്രധാന കഥാപാത്രം പോലും പെട്ടെന്ന് കൊല്ലപ്പെടുന്നത് പ്രേക്ഷകരിൽ വലിയ മാനസികാഘാതമുണ്ടാക്കുന്നു. ഇത് പ്രേക്ഷകരിൽ ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ജീവിതം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലെന്നും ഏതു നിമിഷവുമെല്ലാം മാറിമറിയാമെന്നുമുള്ള സിനിമയുടെ അന്തർലീനമായ സന്ദേശം തീം ഓഫ് കെയോസ് ഇത് ബലപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, ആന്റൺ ചിഗൂർ വെറുമൊരു വില്ലനല്ല, മറിച്ച് നിയന്ത്രണാതീതമായ ഈ ലോകത്തിന്റെ ഭീകരമായ ഒരു പ്രതിരൂപമാണ്.